അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഫത്ഹുൽ മുഈനിൽ നമുക്ക് കാണാം, ഭംഗിയാർത്ഥം ചായം മുക്കിയ വസ്ത്രം അത് ധരിക്കാൻ പാടില്ല. ചായം മുക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ്. അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ ഒഴിവാക്കണം. സ്വർണം വെള്ളി ആഭരണങ്ങൾ പകൽ സമയത്ത് അണിയാതിരിക്കണം. മോതിരം കമ്മൽ പോലുള്ളവയാണെങ്കിലും വസ്ത്രങ്ങൾ കടിയിലുള്ളവയാണെങ്കിലും അനുവദനീയമല്ല എന്നൊക്കെ ഫത്ഹുൽ മുഈനിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് കാണാം. സ്വർണമോ വെള്ളിയോ പൂശിയ ആഭരണങ്ങളും ആഭരണമായി ഉപയോഗിക്കാറുള്ള മുത്ത് രത്നങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ചെമ്പ്, ആനക്കൊമ്പ് മുതലായവ കൊണ്ടുള്ള ആഭരണങ്ങൾ അണിയാറുള്ള വിഭാഗത്തിൽപ്പെട്ടവളാണെങ്കിൽ അത്തരം ആഭരണങ്ങളും വർജിക്കണം. അജ്ഞനം കൊണ്ടോ മറ്റോ ആവശ്യമില്ലാതെ സുർമയിടരുത്. കറുത്ത നിറമുള്ളവളാണെങ്കിൽ പോലും അത് അനുവദനീയമല്ല. തലയിൽ എണ്ണ പുരട്ടാതിരിക്കുക. മറ്റുള്ള ഭാഗങ്ങളിൽ എണ്ണ ഉപയോഗിക്കാം. കുളിച്ചും അഴുക്ക് കളഞ്ഞും വൃത്തിയാകുന്നതും വെറ്റില മുറുക്കുന്നതും അനുവദനീയമാണ് എന്നൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഫത്ഹുൽ മുഈനിൽ നമുക്ക് കാണാൻ സാധിക്കും. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൂടാ എന്നൊന്നുമില്ല. അതേസമയത്ത് കാണുക എന്നിടത്ത് ആരെ കാണാൻ പറ്റും ആരെ കാണാൻ പറ്റൂല എന്നിടത്ത് ഇരിക്കുന്ന സ്ത്രീ അല്ലാത്ത സ്ത്രീകളുടെ വ്യത്യാസമൊന്നുമില്ല. ഇരിക്കാത്ത പെണ്ണുങ്ങൾക്ക് എല്ലാരെയും കാണാം, ഇരിക്കുമ്പോ മാത്രം പ്രശ്നം എന്നൊരു ധാരണ ചിലർക്കുണ്ട്. അത് ശരിയല്ല. അന്യപുരുഷന്മാരെ ആർക്കും കാണാൻ പറ്റുന്ന അനുവദിക്കപ്പെട്ട അപൂർവം സമയം ഒഴിച്ചാൽ ബാക്കി സമയത്തൊന്നും കാണാൻ പാടില്ല. അത് ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെ നിയമം. പിന്നെ ഞാൻ ആ സമയത്തെങ്കിലും നിയന്ത്രിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അത്രയും നല്ല. ബാക്കി സമയം കൂടെ നിയന്ത്രിക്കാൻ ശീലിക്കുകയാണ് വേണ്ടത് എന്ന്